ഭക്ഷണം കഴിപ്പും വർത്തമാനം പറച്ചിലും എല്ലാം കഴിഞ്ഞ് എപ്പോഴും ഉറങ്ങിപ്പോയതാണ് രണ്ടുപേരും. ഏറെ നാൾക്ക് ശേഷമാണ് ഇത്ര ഫ്രീ ആയിട്ട് രണ്ടുപേർക്ക് കുറച്ച് സമയം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തിലാണ് രണ്ടുപേരും. രാവിലെ അവളുടെ ഫോണിൽ അലാറം കേട്ടാണ് രണ്ടുപേരും എഴുന്നേറ്റത്. എന്നിട്ടും കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ രണ്ടുപേർക്കും ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ഫോണിൽ ഒരു പ്രണയഗാനം വെച്ച് അവനെ അങ്ങനെ ഒട്ടിച്ചേർന്ന് കിടക്കുകയായിരുന്നു. സൂര്യ, നമ്മുടെ ജീവിതം ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ട് ഇന്ന് 8 വർഷങ്ങൾ കടന്നുപോയി. എത്ര പെട്ടെന്നാണല്ലേ എല്ലാം ഇന്നലെ നടന്ന പോലെ തോന്നുന്നത്. ലവ് യു സൂര്യ എന്ന് പറയുന്നതിനൊപ്പം തന്നെ അവളുടെ ചുണ്ടുകൾ അവൻ്റെ കവിളിൽ ഒന്ന് പതിഞ്ഞിരുന്നു. ലവ് യു ടു പൊണ്ടാട്ടി. അത് പറയുന്നതിനോടൊപ്പം തന്നെ അവനും അവളെ തിരിച്ചു ചുംബിച്ചിരുന്നു. എൻ്റെ പെണ്ണ്, നീ എന്നോടൊപ്പമുള്ള ഓരോ നിമിഷവും എനിക്ക് എത്ര സന്തോഷം തരുന്നുണ്ടെന്ന് നിനക്കറിയുമോ? 8 വർഷമല്ല 8 ജന്മം എനിക്ക് നിന്നെ വേണം, എൻ്റെ മാത്രമായി. നിന്റെ സ്നേഹം, കുറുമ്പ്, കുസൃതി എല്ലാം നിന്റെ സൂര്യക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അവിടെ വേറെ ആർക്കും ഞാൻ പ്രവേശനം കൊടുക്കില്ല. അയ്യടാ, മോന്റെ മനസ്സിലിരിപ്പ് ഇതൊക്കെ ആയിരുന്നല്ലേ? ഇപ്പൊ തന്നെ പരിചയക്കാരും കൂട്ടുകാരും എല്ലാരും ചോദിച്ചു തുടങ്ങി എന്നാണ് കല്യാണമെന്നും എപ്പോഴാണ് അവളുടെ പുതിയ അവകാശമെന്നും. ചോദിക്കുന്നവരൊക്കെ ചോദിക്കട്ടെ, എനിക്ക് എൻ്റെ പെണ്ണിനെ പ്രണയിച്ച് മതിയായില്ല. ഞാൻ പ്രണയിച്ച് കഴിഞ്ഞിട്ട് മാത്രം മതി ഇനി പുതിയ ഒരാളെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ അവളുടെ നഗ്നമായ ഇടുപ്പിൽ ഒന്ന് പിച്ചി. ദേ സൂര്യ, അടങ്ങി കിടക്കാൻ നോക്ക്. സമയം ഇപ്പൊ തന്നെ 5 കഴിഞ്ഞു. രാവിലെ അമ്പലത്തിൽ പോകാനുള്ളതാ. എന്തോ എങ്ങനെ? ഇന്ന് നമ്മൾ പ്രണയിക്കാൻ തുടങ്ങിയിട്ട് 8 വർഷം കഴിഞ്ഞു. 9ലേക്ക് കടക്കുകയാണ്. അത് മാത്രമാണോ? നല്ല ഉറക്കത്തിൽ കടന്ന് എന്നെ വിളിച്ചുണർത്തി എല്ലാം കാണിച്ച് പ്രലോഭിപ്പിച്ചിട്ട് ഇപ്പൊ കൈ മലർത്തുന്നോ? സമ്മതിക്കില്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും അറിഞ്ഞുകൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് അവൻ മുഴുവൻ ഭാരം കൊടുത്തുകൊണ്ട് അമർന്നു. ഇരുവരുടെ കണ്ണുകൾ തമ്മിൽ ഒന്നുടക്കി. അവൾ ചിരിയോടെ അവനെ നോക്കിക്കൊണ്ട് അവന്റെ മീശയിൽ ഒന്ന് പിടിച്ചു. എന്താ പെണ്ണെ ഇങ്ങനെ നോക്കുന്നത്? നിന്റെ ഈ നോട്ടമാ എന്നെ അടിമപ്പെടുത്തുന്നത് ഓരോ നിമിഷം നിന്നിലേക്ക്. എന്ത് കാന്തമാ ഇതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നെ എങ്ങനെ അടുപ്പിക്കാൻ? ഗുരുത്വാകർഷണം എന്താ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ കൂറുമ്പോടെ അവന്റെ മീശയിൽ പിടിച്ചു വലിച്ചു. ഹാ, എനിക്ക് നന്നായി നൊന്തു പെണ്ണേ. ആണോ? എങ്കിൽ കണക്കായിപ്പോയി എന്നൊരു ചിരിയോടെ അവൾ അവന് മറുപടി നൽകിക്കൊണ്ട് അവനെ തന്നെ നോക്കി അങ്ങനെ കിടന്നു. അവന്റെ കണ്ണുകളെ കുറുമ്പ്. ആ നോട്ടത്തിൽ തനിക്ക് എന്തോ ഒരു പണിയുണ്ടെന്ന് അവൾ ചിന്തിച്ച നിമിഷം തന്നെ അവൻ ഒരു കുറുമ്പോടെ അവളുടെ മാറിൽ കടിച്ചു കഴിഞ്ഞിരുന്നു. അവൾ ഒരു ഏങ്ങലോടെ കട്ടിൽ നിന്ന് പുളഞ്ഞുകൊണ്ട് അവനെ ഒന്ന് നോക്കി. അവളുടെ ആ നോട്ടം അവന്റെ കട്ടിപ്പിരികത്തിൽ നിന്ന് പൂച്ചക്കണ്ണുകളിലേക്ക് എത്തി നിന്നു. തന്നെ ഏറെ കൊതിപ്പിക്കുന്ന, തന്നെ വിവശയാക്കുന്ന പൂച്ചക്കണ്ണുകൾ. തന്നിലെ പെണ്ണിനെ ഓരോ നോട്ടത്തിൽ മത്ത പിടിപ്പിക്കുന്ന മാഗ്നറ്റിക് കണ്ണുകൾ. കണ്ണിൽ നിന്ന് ആ നോട്ടം അവന്റെ നീളം മൂക്കിലും അവിടെ നിന്ന് കട്ടിമീശയിലും കട്ടിമീശയ്ക്കും താടിക്കും ഇടയിലായി കാണുന്ന അവന്റെ ചുണ്ടിലുമായി അവളുടെ കണ്ണുകൾ ഒന്ന് നിന്നു. എത്രയോ തവണ ഈ ചുണ്ടുകളുടെ മാധുര്യം അറിഞ്ഞിട്ടുണ്ട്. തൻ്റെ ശരീരത്തിൽ ഈ ചുണ്ടുകൾ സ്ഥാനം പിടിക്കാത്ത 1 ഇഞ്ച് സ്ഥലമുണ്ടോ? അത് മനസ്സിൽ ഓർക്കുമ്പോൾ തന്നെ അവളുടെ മുഖം ചുവന്നു തൊടുത്തു. പെട്ടെന്നാണ് ആ സൂര്യ! അവളുടെ വികാരം നിറഞ്ഞ ശബ്ദം ആ മുറിയിൽ നിറഞ്ഞു. എന്താ പെണ്ണെ, രാവിലെ എന്നെ മൂടാക്കാനുള്ള പരിപാടിയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മുന്തിരി മുട്ടുകൾ ചുണ്ടുകൾക്കിടയിലാക്കിക്കൊണ്ട് ഒന്ന് നുണഞ്ഞു. പിന്നെ ആ മുഖം കഴുത്തിലേക്ക് അമർന്നു. അവളുടെ പിങ്ക് നിറത്തിലെ നെയിൽ പോളിഷിട്ട നീണ്ട വിരലുകൾ സൂര്യയുടെ മുടികൾക്കിടയിൽ നിമിഷ നേരം കൊണ്ട് സ്ഥാനം പിടിച്ചു. സൂര്യയുടെ മുടിയിൽ ആ വിരലുകൾ മുറുകി. അവളെ നേരെ കിടത്തി സൂര്യ ഇരുവരുടെ മുകളിൽ നിന്ന് കംഫർട്ട് എടുത്തു മാറ്റി. അവന്റെ മുഖത്തെ ഭാവത്തിൽ നിന്ന് തന്നെ ഇനി എന്താണെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ 2 കൈകൾ വിടർത്തി ഒരു ചിരിയോടെ അവനെ അവളിലേക്ക് വിളിച്ചു. ലോക്കപ്പിൽ കിടക്കുന്ന യദുവിനെയും മിഥുനെ ശ്രീകാന്തിനെയും കാണാൻ ഒരാൾ പുറത്തു നിന്ന് വന്നു. സ്റ്റേഷനിൽ ആ സമയം അരുണ സൂര്യ ഉണ്ടായിരുന്നില്ല. ദേ സാറേ, ഇത് ലാസ്റ്റ്. എനിക്ക് പണി വാങ്ങിച്ച് തരരുത്. അറിയാലോ സൂര്യ സാറിന്റെ സ്വഭാവം. അവനക്ക് വേറെ ഞാനുമില്ലല്ലോടോ അശോക. പിന്നെ താൻ ഈ പരിപാടി ഇന്ന് തുടങ്ങിയതൊന്നുമല്ലല്ലോ. മാഡത്തിന്റെ ക്യാഷ് പറ്റാത്ത ആരെങ്കിലും ഈ സ്റ്റേഷനിൽ ഇതിനു മുന്നേ വന്നിട്ടുണ്ടോ? പിന്നെ ഇവന്മാരുടെ ഈ കൊമ്പ് അത് മാഡത്തിനെ നേരെ വന്ന് ഒടിച്ചോളും. സാറേ, എന്നാലും എടോ ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. താനൊന്ന് കണ്ണടച്ചാൽ മാത്രം മതി. എനിക്ക് അവരെ കണ്ട് അത്യാവശ്യം ഒരു കാര്യം പറയണം. അത് കഴിഞ്ഞ് ഞാനങ്ങ് തിരിച്ചു പോകും. അതും പറഞ്ഞ് അയാൾ ഒരു കെട്ട് നോട്ട് എടുത്ത് അശോകന്റെ കയ്യിലേക്ക് കൊടുത്തു. അശോകൻ ചുറ്റും നോക്കിക്കൊണ്ട് ആ പണം പോക്കറ്റിലേക്ക് കയറ്റി. പിന്നെ വന്ന ആൾക്ക് അകത്തേക്ക് കയറാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു.
അയാൾ ചെല്ലുമ്പോൾ കാണുന്നത് സിമന്റ് തറയിൽ 3 മൂലക്കിരിക്കുന്ന 3 പേരെയാണ്. നല്ല രീതിയിൽ പഞ്ചർ 3 പേരുടെ ശരീരത്തിൽ കാണുന്നുണ്ട്. ചുവന്നത് നീലയുമായ പല പാടുകളും. മുരടനക്കം കേട്ടപ്പോഴാണ് 3 പേരും ആ ഭാഗത്തേക്ക് നോക്കിയത്. ആ കമ്പികൾക്ക് വെളിയിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ യദുവും മിഥുനും വേഗം തന്നെ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റ് അവിടേക്ക് എത്തി. ആ പന്നമോൻ ഇനി 2 കളി നടക്കരുത്, അതായിരുന്നു വന്ന ആൾക്ക് നേരെയുള്ള യദുവിന്റെ ഗർജനം. അതൊക്കെ നമുക്ക് ശരിയാക്കാം. എത്രയും വേഗം നിങ്ങളെ വെളിയിൽ ഇറക്കാനുള്ള കാര്യത്തെ പറ്റിയിട്ടാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മാഡം എല്ലാം അറിഞ്ഞു. എന്നിട്ട് മാഡം എന്ത് പറഞ്ഞു? മിഥുന്റെ കൈകാലുകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എല്ലാം അറിഞ്ഞ് നിന്റെയൊക്കെ മണ്ടത്തരം കാരണം ഇനി നമ്മുടെ ഫുൾ ബിസിനസ് അവന്മാർക്ക് പൊക്കാൻ എളുപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യമായിരുന്നു. ഇനി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു വേണമെന്ന് പറഞ്ഞു. ആ പന്നമോനെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, അവൻ ഒറ്റ ഒരുത്തൻ കാരണമാ എല്ലാം കൈവിട്ടു പോയത്. അവന്റെ ഒരു കണ്ടുപിടുത്തം. ഏതോ ദേഷ്യം കൊണ്ട് അവന്റെ കൈവിരലുകൾ ആ കമ്പിൽ വല്ലാതെ മുറുകി. യാദവ്, ആരാന്ന് നിന്റെ വീട്ടിൽ വന്ന ആ വിദ്യാർത്ഥിനി? അവളെ എത്രയും പെട്ടെന്ന് തീർക്കണമെന്നാണ് മാഡം പറഞ്ഞിരിക്കുന്നത്. ആ ചോദ്യം വന്നപ്പോൾ യദുവിന്റെ ഓർമ്മകൾ കുറച്ച് പിറകിലോട്ടൊന്ന് പോയി. അതന്ന് വീട്ടിലേക്ക് വന്നത് 3 പെൺകുട്ടികളായിരുന്നു. അതേ ഒരാൾ തന്നെയാണ് ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടത്. അപ്പോൾ അവൾ തന്നെയാണ് ആള്. അവന്റെ മനസ്സിൽ അവളുടെ മുഖവും ആ പേരും കുറച്ചുകൂടി ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അവന്റെ നാവിൻ തുമ്പിൽ അവളുടെ പേരെത്തി. മിലാന റാഹേൽ. അവിടെ നിന്നിരുന്ന 4 പേരുടെ ചുണ്ടുകൾ ഒരുപോലെ അവളുടെ പേര് പറഞ്ഞു. മിലാന, നിന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായി കഴിഞ്ഞിരിക്കുന്നു. മിലാന റാഹേൽ, നിന്നെ രക്ഷിക്കാൻ നിന്റെ ഒരു സഹാസാറിന് കഴിയില്ല. ഈ പറഞ്ഞ സൂര്യവംശിക്കും. നീ വലിയ തെറ്റാണ് ചെയ്തത്. അതിനുള്ള ശിക്ഷ നിന്റെ മരണമായിരിക്കും. അപ്പോൾ ശരി, ഞാൻ ഇറങ്ങുകയാണ്. നിങ്ങൾക്കുള്ള ജാമ്യത്തിന്റെ വക്കീല് വരും. ബാക്കി കാര്യങ്ങളെല്ലാം അയാൾ നോക്കിക്കോളും. ഒന്നുകൊണ്ട് പേടിക്കേണ്ടെന്ന് പറയാൻ പറഞ്ഞു മാഡം. അയാൾ പോയി കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് മറ്റു 2 പേരോടുമായി സംസാരിക്കാൻ തുടങ്ങി. ആ മിലാന റാഹേലിനെ എനിക്കറിയാം. നമ്മുടെ മേധയുടെ ഫ്രണ്ട്സിൽ ഒരാളാണ്. ഒത്തിരി വലിയ സാമ്പത്തികമുള്ള വീട്ടിലൊന്നുമല്ല. അപ്പം KSRTC ഡ്രൈവറാണ്, അമ്മ ഹൗസ് വൈഫ്. ഓക്കെ, പിന്നെന്തൊക്കെ അറിയാം നിനക്ക് അവളെ പറ്റി? മിഥുനായിരുന്നു അത് തിരക്കിയത്. ഒരു തന്തേടിയാ. ഒരിക്കൽ കാറൊന്ന് തട്ടാൻ ചെന്നെന്ന് പറഞ്ഞ് എന്റെ കോളറിന് വരെ പിടിച്ച പുന്നാര മോളാണ് അവൾ. ഭീഷണിയൊന്നും അവളുടെ അടുത്ത് നടക്കില്ല. അതിന് അവളോട് ആര് ഭീഷണിപ്പെടുത്താൻ ചെല്ലുന്നു? അത് പറയുമ്പോൾ യദുവിന്റെ മനസ്സിൽ ഗൂഢമായൊരു ചിരി ഉണ്ടായിരുന്നു. ഒരു സാധാരണ പ്രഭാതത്തിന്റെ തിരക്കുകളിലേക്ക് മിലാൻ എന്ന മില്ലി കണ്ണു തുറന്നത് തന്നെ പതിവ് ബഹളത്തിലേക്കായിരുന്നു. കോളേജിൽ പോകാൻ സമയമായെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അമ്മച്ചിയുടെ ശബ്ദം അടുക്കളയിൽ നിന്ന് ഉയർന്നു കേൾക്കാം. മില്ലി വേഗം തന്നെ ഒരുങ്ങി ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ആദ്യം കയ്യിലെടുത്ത വസ്ത്രം കുളി കഴിഞ്ഞ് വന്നപ്പോൾ അവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പെൺകുട്ടികളുടെ പതിവ് രീതിയിൽ തന്നെ അത് അവൾ തിരികെ അലമാരിയിലേക്ക് വെച്ചു. പിന്നീട് ഒരു മഞ്ഞ ഷർട്ടും നീല ജീൻസുമാണ് അവൾ തിരഞ്ഞെടുത്തത്. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി ഒതുക്കുന്നതിനിടയിൽ അവളുടെ ചുണ്ടിൽ തന്നെ ഒരു പാട്ടുമൂള തുടങ്ങിയിരുന്നു. എന്റെ മിലിമോളെ, നിന്റെ ഗാനമേളയൊക്കെ നമുക്ക് നാളെ നടത്താം. ഇപ്പൊ തന്നെ ക്ലോക്കിൽ സമയം 8:30 കഴിഞ്ഞു. മര്യാദയ്ക്ക് ഒരുങ്ങി വേഗം ഇറങ്ങി വരാൻ നോക്കു പെണ്ണേ. മുറിക്ക് പുറത്തു നിന്നും അമ്മച്ചിയുടെ നിർദ്ദേശം വന്നു. എന്റെ അമ്മച്ചി 8:30 ആകുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് എന്തിനെങ്ങനെ ഇരുന്ന് ബഹളം വെക്കുന്നത്? ഞാനിത് ഇറങ്ങി. മിലി തിടക്കത്തിൽ തന്റെ ബാഗ് തോളിലിട്ടുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് വന്നു. എന്റെ പൊന്നു മോളെ, നീ ഇവിടെ ഇങ്ങനെ കുളിച്ചു നിന്ന KSRTC ബസ് അതിന്റെ വഴിക്ക് പോകും. നിന്റെ അപ്പനാണ് അത് ഓടിക്കുന്നതെന്ന് പറഞ്ഞാലും കറക്റ്റ് സമയത്ത് നീ അവിടെ ചെന്നില്ലെങ്കിൽ അങ്ങേര് നിനക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. അത് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. എന്റെ അമ്മച്ചി, കേരള സർക്കാർ ഇപ്പൊ നടപ്പിലാക്കുന്ന ആ പ്രിയദർശിനി ബസ്സിൽ കയറി അവിടുത്തെ പെണ്ണുകളുടെ മൊത്തം വീടിയും ചവിട്ട് വാങ്ങിക്കൂട്ടാൻ എനിക്ക് വയ്യ. ഞാൻ മര്യാദയ്ക്ക് ക്യാഷ് കൊടുത്ത് ജാക്കുലി പ്രൈവറ്റ് ബസ്സിൽ തന്നെ കോളേജിലേക്ക് പൊക്കോളാം. മിലി തന്റെ നിലപാട് വ്യക്തമാക്കി. നിനക്ക് ഒട്ടും ഉത്തരവാദിത്തമില്ലേ പെണ്ണെ? നിന്റെ അപ്പനാണ് KSRTC ബസ് ഓടിക്കുന്നത്. എന്നിട്ടാണ് അവൾ പ്രൈവറ്റ് ബസ്സിൽ പോകുന്നത്. നിനക്ക് ആ ബസ്സിൽ കയറിയാൽ 10 രൂപയുടെ ലാഭം അപ്പനും അമ്മയ്ക്കും ഉണ്ടാക്കി തന്നൂടെ? അമ്മച്ചിക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. അമ്മച്ചി, സർക്കാരിന്റെ വക നല്ല ശമ്പളം എന്റെ അപ്പ കൃത്യമായി വാങ്ങുന്നുണ്ട്. ഞാൻ അങ്ങനെ സ്റ്റുഡന്റ് കൺസെഷൻ ക്യാഷ് പിശുക്കി ലാഭമുണ്ടാക്കി തരേണ്ട കാര്യമൊന്നും അങ്ങേർക്കില്ല. അതുമല്ലെങ്കിൽ നമ്മളെ പോലുള്ളവർ ആ പ്രൈവറ്റ് ബസ്സുകാർക്കും കുറച്ചൊക്കെ ക്യാഷ് കൊടുക്കണ്ടേ? അവര് ജീവിച്ചു പൊക്കോട്ടെ. നിന്നോട് തർക്കിക്കാൻ എന്തായാലും ഞാനില്ല എന്റെ മിലി. നീ മര്യാദയ്ക്ക് വന്നിരുന്ന് ഈ ഭക്ഷണം കഴിക്കാൻ നോക്ക്. അമ്മച്ചി പ്ലേറ്റ് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. അവൾ കസേര വലിച്ചിട്ടിരുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മച്ചി വീണ്ടും സംസാരിച്ചു തുടങ്ങി.
പിന്നെ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഇന്നലെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊന്നും നീ മറന്നിട്ടില്ലല്ലോ അല്ലേ? വെറുതെ കോളേജിൽ പോയി പുതിയ വല്ല പ്രശ്നങ്ങൾ തലയിലെടുത്ത് വെക്കരുത്. ആ കൊച്ചിന്റെ കേസൊക്കെ കഴിഞ്ഞു, പോലീസുകാർ വന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനി അതിൽ നിനക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എൻ്റെ അമ്മച്ചി ഞാനായിട്ട് പോയി ഒരു കുരിശ് തലയിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ നിങ്ങളുടെയൊക്കെ വലിയ ഹീറോ ഉണ്ടല്ലോ, ആ ഇസഹാക്ക്, അങ്ങേരിനി എൻ്റെ മുന്നിൽ വന്ന് കയ്യും കാലും പിടിച്ച് എന്തെങ്കിലും സഹായം ചോദിച്ചാൽ പോലും ഞാനൊന്ന് ചെയ്തു കൊടുക്കില്ല. പോരെ നിങ്ങൾക്ക്? മിലാന അല്പം ഗൗരവത്തോടെ പറഞ്ഞു. അത്ര മതി, ഇത് മാത്രം എനിക്ക് കേട്ടാ മതി. പിന്നെ നിനക്കറിയാലോ, നിന്റെ അപ്പൻ ഒരു പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്ന് കിടന്ന മനുഷ്യനാണ്. പൊന്നുമോളായിട്ട് ഇനി പുതിയ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതൊന്നും കൂടി വരുത്തി വെക്കരുത്. അമ്മച്ചിയുടെ സ്വരത്തിൽ ആശങ്ക നിറഞ്ഞു നിന്നു. ഇല്ല എൻ്റെ അമ്മച്ചി, ഞാനായിട്ട് ഇനി ഒരു പ്രശ്നത്തിന് പോകില്ല, നിങ്ങൾ പേടിക്കണ്ട. സംസാരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ അവൾ തട്ടിക്കൂട്ടി ഒരിടലയുടെ പകുതി മാത്രം കഴിച്ചു തീർത്തിരുന്നു. എന്റെ കൊച്ചെ, അവിടെ ഇരുന്ന് ബാക്കി ഇതും കൂടെ കഴിച്ചു തീർത്തിട്ട് പോ. പ്ലേറ്റിലേക്ക് നോക്കി അമ്മച്ചി നിർബന്ധിച്ചു. മതി എൻ്റെ അമ്മച്ചി, ഇനി ഇതുകൂടി കഴിച്ചാൽ എനിക്ക് റോഡിലൂടെ നടക്കാൻ പറ്റില്ല. മിലി കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അപ്പന് കഴിക്കാൻ വയ്യ, മകൾക്കും കഴിക്കാൻ വയ്യ, പിന്നെ ഞാൻ ആർക്കു വേണ്ടിയാണ് രാവിലെ ഇതെല്ലാം ഉണ്ടാക്കി വെക്കുന്നത്? അമ്മച്ചിയുടെ മുഖത്ത് കനത്ത പരിഭവം നിഴലിച്ചു. ഇങ്ങനെ പിണങ്ങല്ലേ എൻ്റെ അമ്മച്ചി കൊച്ചെ. ഞാൻ വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് വന്നിട്ട് എത്ര ഇഡലി തന്നാലും ഇരുന്ന് തിന്നോളാം. രാവിലെ തന്നെ ഈ സാമ്പാർ ഇഡലിയും ഒക്കെ അമിതമായി കഴിച്ചിട്ട് പോയാൽ എനിക്ക് ഭയങ്കര ഗ്യാസിന്റെ പ്രോബ്ലം വരും. അതുകൊണ്ടാ. അത് പറഞ്ഞ് അമ്മച്ചിയുടെ കവളിൽ സ്നേഹത്തോടെ ഒരു ഉമ്മയും കൊടുത്ത് അവൾ ബാഗും എടുത്ത് വേഗത്തിൽ പുറത്തേക്ക് ഓടി. എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞിനെ നീ കാത്തോളണമേ. ഇന്ന് ചെന്ന് പുതിയ വല്ല കുളത്തിലും ചാടി പ്രശ്നങ്ങൾ തലയിൽ വെക്കാതിരുന്നാൽ മതിയായിരുന്നു. ആരോടും തർക്കിക്കാനും വഴക്കിന് പോകാതിരുന്നാൽ മതി. കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മച്ചി അടുക്കളയിലേക്ക് നടന്നു. എന്നാൽ വീടിന്റെ ഉമ്മറപ്പടി കടന്ന് മിലി റോഡിലേക്ക് ഇറങ്ങിയത് മറ്റൊരാൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. വഴിയരികിലെ ഇലക്ട്രിക് പോസ്റ്റിന് സമീപം ഒളിച്ചു നിന്ന ഒരു അപരിചിതൻ അവൾ മുന്നോട്ട് നടന്ന് നീങ്ങിയ ഉടനെ തന്നെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. അവൻ കൃത്യമായി ആ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ഫോൺ എടുത്ത ഉടനെ അവൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, ഹലോ സാറേ, ഇവിടെ നിന്ന് ആ പെണ്ണ് ഇറങ്ങിയിട്ടുണ്ട്. മറുപുറത്ത് നിന്ന് കേട്ട നിർദ്ദേശത്തിന് മറുപടിയായി ഓക്കെ സാർ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്ത് തിരികെ പോക്കറ്റിലേക്ക് വെച്ചു. തുടർന്ന് മിലി നടന്നുപോയ അതേ വഴിയിലൂടെ അവളുടെ ശ്രദ്ധയിൽപ്പെടാത്ത വണ്ണം അവൻ പിന്നാലെ നടക്കാൻ തുടങ്ങി.